നന്ദിയോട് സ്തുതിക്കുവാണ്. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ദേശത്ത് ഞങ്ങളെ പരിപാലിച്ചു സൂക്ഷിച്ചു. ആവശ്യമായ നന്മകളെല്ലാം നൽകി സന്ദർശിക്കുവാനും ഒക്കെ ദൈവം അവസരം തന്നു. എല്ലാം ഓർത്ത് നന്ദിയോട് സ്തുതിക്കുന്ന ദൈവത്തിന്റെ മാത്രമാണ് ഞങ്ങളായിരിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവസഭയുടെ പിന്നെ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ഒരു വചനം വായിച്ചു സ്തുതിക്കാൻ ആഗ്രഹിക്കുന്ന സംഗീതങ്ങൾ 32-ന്റെ 6-ാം വാക്യത്തിന്റെ 2-ാം ഭാഗമാണ്. കഴിഞ്ഞ ദിവസം ആത്മാവ് ഓർപ്പിച്ചൊരു വചനമാണ്. ഇത് നിന്റെ ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കലോളം എത്തുകയില്ല. കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചൊരു വചനമാണ്. ജീവിതത്തിന്റെ ഓരോ മേഖലയിലും പലപ്പോഴും നമ്മളെ ഹല്ലേലൂയ തകർത്ത് കളയെന്ന് പറയുന്ന സമയത്ത് ഹല്ലേലൂയ തിരുവചനത്തിൽ പറയുന്നത് പോലെ തിരമാലകൾക്ക് മണൽത്തരികൊണ്ട് അതിരിട്ട് ഒരു ദൈവമാണ് പറയുന്നത്. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കലോളം എത്തുകയില്ല. ഇതുവരെയും ഹല്ലേലൂയ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും അതിരിട്ട് നിർത്തിയ ദൈവം ഹല്ലേലൂയ പിന്നെയും അത് ഞങ്ങളുടെ ഹല്ലേലൂയ ജീവിതത്തിന്റെ ഒരു മേഖലയിലും ഒരു അവസ്ഥയിലും അത് കവിയാതെ വണ്ണം സൂക്ഷിക്കാൻ അധികാരമില്ല. ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പിന്നെയും കർത്താവിന്റെ കയ്യിലെ വിശ്വസ്തയോടെ നിൽക്കാൻ ദൈവത്തിന്റെ മേൽപ്പാലനത്തിൽ ദൈവസഭയുടെ പ്രാർത്ഥനയും ചോദിച്ചുകൊണ്ട് ദൈവസഭ പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭായോഗത്തിൽ കുടുംബമായി ഞങ്ങൾക്ക് ദൈവസഭയിൽ കടന്ന് കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് നൽകിയ സാവകാശത്തെ ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു. കഴിഞ്ഞ ഒരു വർഷം ഈ ദേശത്ത് വന്ന് പാർക്കുവാനും ഇവിടെ ആരിപ്പാക്ക് കർത്താവ് നൽകിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന ദൈവസഭയിൽ വരുവാനും കൂട്ടായ്മ ആചരിപ്പാൻ കർത്താവ് ഞങ്ങളുടെ കാണിച്ച കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കഴിഞ്ഞ നാളുകളെല്ലാം കർത്താവിൻ്റെ ഉള്ളംകൈയിൽ കർത്താവ് വഹിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന വചനം പറയുന്ന പോലെ വീടാതോളം നമ്മളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിവും ശക്തിയും ബലമുള്ള കർത്താവിൻ്റെ വലിയ പ്രവൃത്തികൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്ന ദൈവസഭയ്ക്കായി സ്തോത്രം ചെയ്യുന്ന ദൈവദാസും കുടുംബത്തിനായി സ്തോത്രം. കർത്താവ് സഹായിക്കും അനുഗ്രഹിക്കും ചെയ്ത് കർത്താവ് ദാസ ഈ ദൂരദേശത്തിലായിരിക്കുന്നല്ലോ അതേ അവിടുത്തെ കാര്യങ്ങളും ചെയ്ത് ക്ഷേമത്തോടെ വരുവാൻ കർത്താവ് സഹായിക്കും അനുഗ്രഹിക്കും ചെയ്ത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്തോത്രം തിടുക്കത്തിൽ കർത്താവിൻ്റെ ദാസന് ഒരു പ്രബോധം നൽകിയതോ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു. യഹോവയെ അത് ഭയപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ്റെ വഴികളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ അവൻ്റെ വഴികൾ നടക്കുകയും 112 വായിച്ച പോലെ അവൻ്റെ പ്രമാണങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഏറ്റവും ഇഷ്ടം യഹോവയുടെ പ്രമാണം അതേ സ്വന്തം ഉള്ളവർക്കാണ് അനുഗ്രഹം കർത്താവ് നൽകുന്ന ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു. കർത്താവിൻ്റെ ആ വഴികൾ മനസ്സിലാക്കി അത് പ്രമാണം അറിഞ്ഞവർക്കേ ആ വഴികൾ നടക്കാൻ സാധിക്കുള്ളൂ. കർത്താവിൻ്റെ ആ പ്രവൃത്തികൾക്കായി സ്തോത്രം ചെയ്യുന്ന നമുക്ക് ഈ വഴി അറിയുവാൻ ഈ പ്രമാണം അനുസരിപ്പാൻ കർത്താവ് നമുക്ക് നൽകിയ കൃപയ്ക്കായി സാവകാശം ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു. മറ്റുള്ളവരെയും അതിലേക്ക് ആകർഷിക്കുവാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെയും അത് പറഞ്ഞു കൊടുക്കുവാനും പഠിപ്പിക്കുവാനും അത് നമ്മളെ ഒരു പുരോഹിത വർഗമാക്കി കർത്താവ് തീർത്ത കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു. കർത്താവിൻ്റെ ആത്മാവ് ആ ദൈവദാസനോട് അറിയിച്ച പോലെ ഈ ദിവസങ്ങൾ ആത്മഭാരത്തോടെ ദേശത്തിന് വേണ്ടി ഇവിടെ നിന്ന് കരയുവാനും പ്രാർത്ഥിപ്പാനും അതിനുവേണ്ടി അധ്വാനിപ്പാൻ ദൈവാത്മാ നമ്മളെ കൂടുതലായി സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്ത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പല ഇടങ്ങളായിട്ട് പല സഭകൾ പ്രസ്ഥാനം നോക്കാതെ കഴിഞ്ഞ വർഷങ്ങളൊക്കെ പ്രവർത്തിപ്പാൻ ഇവിടെ വന്നിട്ടും അതുപോലെ തന്നെ IPC എന്നോ AG എന്നോ ഷാരെന്നോ വ്യത്യാസമില്ലാതെ സ്വതന്ത്രമായ സഭകൾക്ക് വേണ്ടിയും പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി പോയി പ്രവർത്തിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു. സ്തോത്രം. ഇവിടെയുള്ള അറിഞ്ഞോ ഞങ്ങളെ ഈ ഒരു വർഷം കൊണ്ട് ഇവിടെ അനുഭവം കൊണ്ട് മനസ്സിലാക്കിയ കാര്യം സ്തോത്രം അത് പലർക്കും അത് യേശുവിനെ അറിയാം അല്ലെങ്കിൽ എല്ലാവർക്കും യേശുവിനെ അറിയാം. യേശുവിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചവർ സൗഖ്യം പ്രാപിച്ചവർ അത് ഭൂരിപക്ഷം ആൾക്കാർ ജാതികളായിക്കോട്ടെ ക്രിസ്ത്യാനികളായിക്കോട്ടെ ആർ തന്നെ ആയിക്കോട്ടെ. പക്ഷേ എന്നാൽ ഈ സത്യപാതയിൽ കാഴ്ചയോട് വെക്കുവാൻ പറ്റാത്ത ഒരു അനുഭവത്തിൽ അത് ജനം ആയിരിക്കുന്നു. അതാണ് നമുക്ക് ഏറ്റവും വലിയ ഇപ്പോഴുള്ള ദൈവസഭയ്ക്കുള്ള ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാ വിഷയം. നാം ജയം അത് പോരാടി പ്രാർത്ഥിക്കുന്ന വിഷയം ജനം അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുവാൻ ഒരു സൗഖ്യത്തിന് വേണ്ടിയോ ഒരു ഭൗതിക അനുഗ്രഹത്തിന് വേണ്ടിയല്ല ഉപരിയായി അതൊരു മുഖാന്തരമായിരിക്കും. എന്നാൽ യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം. അത് കൽപ്പന അനുസരിച്ചാലേ സ്വർഗത്തിൽ പോകാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ നിത്യജീവൻ്റെ അംശികളായി തീരുള്ളൂ എന്ന യാഥാർത്ഥ്യം. ഞാൻ കഴിഞ്ഞ ദിവസം അത് ഇടയാനമുള്ള സഭയിൽ ചെന്നപ്പോഴും അവിടെ പറഞ്ഞൊരു കാര്യമായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം മാറാമൺ പോയപ്പോൾ അവിടെ ഇങ്ങനെ കടയിൽ പോയതാണ്. പക്ഷേ പെട്ടെന്ന് PG വർഗീസിന് ഓഫീസ് കണ്ടപ്പോൾ അവിടെ 1-2 കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി അവിടെ അതിന് മേളിലുള്ള പ്രാർത്ഥനാലയത്തിൽ പോയി 1-2 കാര്യം അന്വേഷിക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് PGയുടെ ഓഫീസിൽ പോയപ്പോൾ അവിടെയുള്ള ഇരിക്കുന്ന സഹോദരി മാനസാന്തപ്പെട്ടോന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാൽ സ്നാനപ്പെട്ടില്ല. അത് അവർ തന്നെ പറഞ്ഞു സ്നാനപ്പെട്ടില്ല. അപ്പോൾ അദ്ദേഹം പക്ഷേ ഒത്തിരി പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. അത് താൻ ഇവിടെ വന്നിട്ട് ഞങ്ങൾ പരിചയപ്പെട്ട പല ഹിന്ദുക്കൾ
സൗഖ്യം പ്രാപിച്ച, അത് ക്യാൻസർ രോഗം പോലും സൗഖ്യം പ്രാപിച്ച ഹിന്ദുക്കളായ ജീവിതം ഇന്നും അവർ ഹൈന്ദവ വിശ്വാസത്തിൽ നിലനിൽക്കുകയാണ്. അത് രക്ഷിക്കപ്പെടാനോ സ്നാനപ്പെടാൻ പോലും പറ്റാത്ത 30 വർഷം മുമ്പേ ഞങ്ങൾ പരിചയപ്പെട്ട ഒരു കോളനിയിൽ ഒരു അമ്മ പറഞ്ഞൊരു കാര്യമാണ്. 30 വർഷം മുമ്പ് ദിനകരൻ ഫോണിൽ കൂടി പ്രാർത്ഥിച്ച് അവരുടെ മകൻ സൗഖ്യം പ്രാപിച്ചു. പക്ഷേ ഇന്നും അവർ ഹൈന്ദവ വിശ്വാസത്തിലായിരിക്കുന്നു. അപ്പോൾ ഒരു സൗഖ്യം കൊടുക്കുന്ന ദൈവത്തെ മാത്രം അവർ അറിയുന്നു. അവരെ ആ അന്ധവിശ്വാസം ഇന്നും അവർ ജീവിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന് ഒരു കാര്യമില്ല. കർത്താവ് സൗജന്യമായാണ് സൗഖ്യങ്ങൾ കൊടുക്കുന്നത്. പക്ഷേ കർത്താവിനെ ആ സത്യപാതയിൽ അവർ ആക്കി തീർക്കാൻ വേണ്ടി വലിയൊരു ദൗത്യം നമുക്ക് ദൈവസഭയ്ക്ക് ഉണ്ട്. അതേ അവരെ ആ അന്ധവിശ്വാസം വെടിവെപ്പാൻ കർത്താവിന് മാത്രം സാധിക്കും. അതിനുവേണ്ടി നാം ഇടവിൽ നിന്ന് കരഞ്ഞാൽ സ്വത്രം കർത്താവിന് ചെയ്യാൻ സാധിക്കുള്ളൂ. ദൈവാത്മാവ് ഓർപ്പിച്ച ഇവിടെ ഇരുന്നപ്പോൾ ദൈവാത്മാവ് ഒരു വെളിപ്പാട് നൽകിയ ഒരു വെളിപ്പാടിനെ തുടർച്ചയായി ഒരു കാര്യം ഓർപ്പിച്ചത് മാത്രം ഇരുന്ന് അത് പറഞ്ഞ് ഞാൻ ഇരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച ഞങ്ങൾ കുറച്ച് ട്രാക്ടറുകൾ ഓർത്ത് ഇങ്ങനെ ആ ടി ബി റോഡിൽ ജംഗ്ഷനിൽ നിന്ന് ആ ഭാഗത്ത് ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ 5-6 ട്രാക്ടറിൻ്റെ കയ്യിലുണ്ട്. അത് കൊടുത്ത് പോയപ്പോൾ അവിടെ അവസാനം ട്രാക്ടർ തീർന്ന് ബസ് കയറാൻ വേണ്ടി ഞാൻ പിന്നീട് എതിർവശമുള്ള വെയിറ്റിംഗ് ഷെഡിൽ കുറച്ച് നേരം 10-20 മിനിറ്റോളം ഇരിക്കേണ്ടി വന്നു. ഞങ്ങൾ കാരണം ഈ ഭാഗത്തുള്ള ബസ്സുകൾ കുറവാണല്ലോ, അത് സമയത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ടാങ്കർ ലോറി എൻ്റെ മുമ്പിൽ കൂടി പോയി. പെട്ടെന്ന് ദൈവാത്മാവ് ഓർപ്പിച്ച ഒരു കാര്യം, ടാങ്കർ ലോറി പെട്രോളോ ഡീസലോ എന്തിനായിക്കോട്ടെ അങ്ങനെ മാർഗമായ സാധനങ്ങൾ, നല്ല പൊട്ടിത്തെറിക്കുന്ന സാധനങ്ങൾ മനുഷ്യൻ തന്നെ സൃഷ്ടിച്ചു. പക്ഷേ മനുഷ്യൻ ഇത് ഉപയോഗിക്കുന്നു, മനുഷ്യൻ്റെ ഉപയോഗത്തിന് വേണ്ടി അത് സൃഷ്ടിച്ചത്. അപ്പോൾ ആ ടാങ്കർ ലോറി സാധാരണ ടാങ്കർ ലോറി അല്ല, അത് ഡീസലും പെട്രോളുള്ള വണ്ടികളാകുമ്പോൾ അതിന് സുരക്ഷിത കൂടുതലാണ്. സോ അതുപോലെ തന്നെയാണ് പാടങ്ങളിൽ എണ്ണ ശേഖരിക്കുന്ന സാധനങ്ങൾ, പാടങ്ങളിൽ അതിനുവേണ്ടി വളരെ സുരക്ഷിതയോടെയാണ് ആ എണ്ണ എടുക്കുകയും അത് സംഹരിക്കുകയും ചെയ്യുന്നത്. അത് നമുക്ക് കാണാൻ സാധിക്കും ന്യൂസിലും അല്ലെങ്കിൽ ടി വിയിലൊക്കെ കണ്ട ദൈവമക്കൾ ഉണ്ടല്ലോ. സ്വത്രം അത് നമുക്കറിയാം. അതിലെപ്പോഴും വലിയൊരു കുഴലുണ്ട്. കുഴലിനുള്ള വലിയ ടവറുണ്ട്. ആ ടവറിൽ രാവും പകലും ഇല്ലാതെ അത് തീ കത്തിക്കൊണ്ടിരിക്കുക. ഏറ്റവും മേൽവശം ഇന്ന് തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. എന്നാൽ അത് അറിയിക്കാൻ വേണ്ടിയാണ് സ്തോത്രം. എന്നാൽ അവിടെ ഒരു എണ്ണപ്പാടം ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ ഒരു വെളിപ്പാടായിരുന്നു കർത്താവിൻ്റെ ആത്മാവ് അത് അന്ന് നൽകി. എന്നാൽ ഇന്ന് ഇവിടെ ആരാധനാ സമയത്ത് കർത്താവ് തുടർച്ചയായിട്ട് ഒരു ലൈറ്റ് ഹൗസ് എന്ന മലയാളം എനിക്ക് അറിയില്ല, സോറി. ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത് ദീപം ഒരു വെളിച്ചം കാണിക്കുന്ന ഒരു സംഭവമാണ് ലൈറ്റ് ഹൗസ്. അത് കപ്പൽ യാത്രക്കാർക്ക് അല്ലെങ്കിൽ കപ്പലിന് വേണ്ടിയൊക്കെ അത് ഉപയോഗിക്കുന്ന സംഭവമാണ്. പകലും രാത്രിയും അത് കത്തിക്കൊണ്ടിരിക്കും. അത് കാണിക്കുന്ന 2 വിഷയമാണ്. ഒന്ന്, ഇവിടെ ഒരു ദ്വീപോ അല്ലെങ്കിൽ ഒരു ഭൂമി സ്ഥലം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത് കാണിക്കുന്നത്. സ്തോത്രം. പഴയ കാലങ്ങളൊക്കെ വളരെ ഉപകാരം ഉള്ളൊരു കാര്യമായിരുന്നു. സ്തോത്രം. എന്നാൽ അതിന് 2ാമത്തെ വിഷയം, ഇവിടെ ഈ കാര്യം ഉള്ളതുകൊണ്ട് കപ്പൽച്ചാലുണ്ട് എന്നും കൂടി വെളിപ്പെടുത്താൻ, മാത്രമല്ല അത് കപ്പൽച്ചാൽ അല്ലാത്ത ഇടം കൂടിയാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പോൾ ദുർഘടം ഉണ്ടെന്നും കൂടി കാണിക്കാൻ വേണ്ടിയാണ് ഈ ലൈറ്റ് ഹൗസ് വെച്ചിരിക്കുന്നത്. നമ്മളതുപോലെ തന്നെ വെളിച്ചമായി കർത്താവ് നിങ്ങൾ ലോകത്തിന് വെളിച്ചമാകുന്നു. നമ്മളെ വെളിച്ചമാക്കി തീർത്തത് വെളിച്ചം നല്ല പാത കാണിക്കാൻ മാത്രമല്ല, ഇത് ദുർഘടമുണ്ട്. എന്നാൽ മറുവശം നിങ്ങൾ ഈ സത്യപാതയിൽ ആയിത്തീർന്നെങ്കിൽ നിങ്ങൾ നിത്യനാശത്തിലേക്ക് പോകുന്നു എന്നും കൂടി സുവിശേഷം അറിയിക്കുന്നു. അതിനും കൂടി നമ്മളെ ആക്കി വെച്ചു. നമ്മൾ പലരും ചിന്ത സുവിശേഷം അറിയിച്ചാൽ മാത്രം മതി എന്നുള്ള ഒരു ദൗത്യം മാത്രമല്ല. ഈ സുവിശേഷം നാം അറിയിച്ചില്ലെങ്കിൽ നമുക്ക് പൗലോസ് പറയുന്നത് അത് എനിക്ക് ലഭിച്ച സൗഭാഗ്യമാണ്, അത് എനിക്ക് വെച്ച ദൗത്യമാണ്. എന്താണ്? ഞാനിത് അറിയിച്ചില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. എന്താ അയ്യോ കഷ്ടം? അത് നശിപ്പോകുന്ന ആൾക്കാർ, നമ്മളെ അത് കാവൽക്കാരും കൂടി ആക്കി വെച്ചിരിക്കുകയാണല്ലോ. കാവൽക്കാര രാത്രി എന്തായി എന്ന അർത്ഥം. സ്തോത്രം. അത് നശിച്ചുപോകുന്ന ജനത്തിന് കണക്കും നാം ബോധിപ്പിക്കേണ്ടി വരും. അയൽവാസിയോടോ കൂട്ടുകാരോടോ അത് കുടുംബക്കാരോടോ അല്ലെങ്കിൽ ചാർച്ചക്കാരോടോ അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്ന നമുക്ക് കോഴഞ്ചേരിയിലുള്ള അത് ആത്മാക്കളുടെ ഒരു ഭാരം നമുക്ക് വേണം. കാരണം അവരെയും ആത്മാക്കളുടെ എണ്ണം നാം പറയേണ്ടി വരും. ഉത്തരവാദിത്വം നമുക്കുണ്ട്. എന്താ കാര്യം? അത് നിങ്ങൾ ഈ സത്യപാത യേശുക്രിസ്തുവിനെ അറിയാതെ സുവിശേഷം അറിയാതെ ജീവിക്കുമ്പോൾ നിങ്ങൾ നിത്യനാശത്തിലേക്കാണ് പോകുന്നു എന്ന് നാം ഒരു താക്കീത് കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ കുറ്റം നമ്മുടെ മേലിരിക്കും. അതുകൊണ്ട് ഹല്ലേലൂയ, കർത്താവിന്റെ ആത്മാവ് ഈ ദിവസങ്ങൾ ഓർപ്പിക്കുന്നത് നമ്മളെ വെളിച്ചമാക്കി വെച്ചെങ്കിൽ ആ വെളിച്ചമായി ശോഭിപ്പാൻ അത് ദൈവസഭയെ ഹല്ലേലൂയ കർത്താവ് ആക്കി വെച്ച ആൾ കുറവാണെങ്കിലും ദൈവദാസൻ ഓർപ്പിച്ച പോലെ പലതവണ പറഞ്ഞു, നമ്മൾ ആൾ കുറവാണെങ്കിലും ആളെ കൂട്ടാനുള്ള പരിപാടിക്ക് മാത്രമല്ല, നാം ആൾ കുറവാണെങ്കിൽ ഒരു ആത്മശക്തി നമ്മളിലുണ്ട്. കാരണം ദൈവത്തിൻ്റെ ആത്മാവിന്റെ ശക്തിയാണല്ലോ നമ്മൾ വ്യാപരിക്കുന്നത്. ബീജത്തിന് ആത്മാവിലെ ശക്തിയിലും സുബോധന ആത്മാവുകൊണ്ട് കർത്താവ് നമ്മൾ നിറച്ചുവെങ്കിൽ അതേ അതേ ശക്തിയാൽ പ്രാപിച്ച് ആത്മാവിൽ ബലപ്പെട്ട് അതേ ഭീരുക്കളായിട്ടല്ല ശക്തിയുള്ളവരായി തീരുവാൻ കർത്താനാത്മാവ് നമ്മൾ ആഗ്രഹിക്കുന്നു. ആ മകൻ വായിച്ച ആ വാക്യം, എഫെസ്യരിലെ വാക്യം പോലെ സൽപ്രവൃത്തികൾക്കായി നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു. അതേ സൽപ്രവൃത്തിക്ക് വേണ്ടി ഈ നാളുകളിൽ
ശക്തിയോട് നിൽപ്പാൻ. സൽപ്രവൃത്തിയിൽ ഒരു കാര്യം ഏറ്റവും വലിയ വിഷയമാണ് സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. അതിൽ തന്നെയാണ് സൽപ്രവൃത്തിയിൽ ഉൾപ്പെട്ടത്. സുവിശേഷം അറിയിച്ചിട്ട് വേണം ഒരാൾക്ക് 10 രൂപ കൊടുക്കാൻ. ആരെങ്കിലും വന്ന് കടം ചോദിക്കുകയോ സഹായം ചോദിക്കുകയോ ചെയ്യുന്ന അനുഭവം കൊടുക്കാനല്ല, ഉപരിയായി സുവിശേഷം പറഞ്ഞു വേണം നാം സഹായം ചെയ്യാൻ വേണ്ടി. ഇല്ലാത്ത പക്ഷം നാം കൊടുക്കുന്ന പണം കൊണ്ട് ദൈവത്തിനും നമുക്ക് ഒരു ഗുണം ഇല്ലാതാകും. കർത്താനാത്മാവുന്ന ഈ ദിവസങ്ങൾ നമ്മളെ അതിനുവേണ്ടി സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. അത് ഹല്ലേലൂയ ആ വെളിച്ചങ്ങളായി ശോഭിപ്പാൻ, കർത്താവിന് വീരോടെ നിൽപ്പാൻ, ബലത്തോടെ നിൽപ്പാൻ. നമ്മൾ ക്ഷീണിച്ചിരിക്കുന്ന നമുക്ക് തോന്നും. അത് മടുപ്പിക്കുന്ന അനുഭവം നമുക്കുണ്ടായാലും, അത് ക്ഷീണിപ്പിക്കുന്ന അനുഭവം നമുക്കുണ്ടായാലും കർത്താവ് പറഞ്ഞ നിങ്ങൾ പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. അത് മടുപ്പിക്കുന്ന ശക്തികൾ നമുക്ക് ചുറ്റിലുമുണ്ട്. എന്നാൽ അതുമേ ജയം പ്രാപിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാശക്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സൈന്യങ്ങൾ യഹോവയാണ് നമ്മൾ കൂടെ ഉള്ളത്. ആ സൈന്യങ്ങൾ യഹോവയുടെ ആത്മശക്തിയാൽ നമ്മൾ ഓരോ ദിവസം നിറയ്ക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താനാത്മാവ്. അതുകൊണ്ട് ബാക്കി നിൽക്കുന്ന ഈ പുതിയ വർഷത്തിൻ്റെ 11 മാസം ശക്തിയോട് ഓടുമാറാക്കുവാൻ സാധിക്കുന്ന അതേ ബലമുള്ള കർത്താവിന് വലിയ കൃപയാൽ കർത്താവ് നമ്മളെ നിറച്ച് എൻ്റെ ശക്തി നിനക്ക് മതി എന്ന് പറഞ്ഞ പോലെ ആ ശക്തി പ്രാപിച്ച് മുന്നേറുവാൻ നമ്മൾ ഓരോരുത്തരും ദൈവാത്മാ സഹായിക്കും, അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ പുനഃനാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് എൻ്റെ കർത്താവിൻ്റെ ഒരു സാക്ഷിയായി ഒരു പ്രാവശ്യം കൂടി നിൽക്കുവാൻ കർത്താവ് തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുന്നു. നിങ്ങളെ നടത്തിയ ദൈവം കഴിഞ്ഞ ഒരാഴ്ചക്കാലം എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ കുഞ്ഞുങ്ങളെയും നടത്തിയ ദൈവത്തിന് സ്തോത്രം.